ഗൈസ്, അപ്പോൾ സമയം കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ 6 മണി അടുപ്പിച്ചായിട്ടോ. ഞാൻ തമിഴ്നാട് പോവുകയാണ്. തമിഴ്നാട് എന്തിനാണ് പോണത്, എന്താണ് കാര്യം എന്നുള്ളതെല്ലാം ഞാൻ വീഡിയോയിൽ പറയാം. എനിക്ക് വീഡിയോയിൽ ഒരു ഇൻട്രോ എടുക്കാൻ പറ്റില്ല കേട്ടോ. നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എൻ്റെ സ്വഭാവം അനുസരിച്ച് നേരത്തെ ഇറങ്ങൊക്കെ നടക്കൂല. എത്ര നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാലും ശരി തന്നെ താമസിക്കും. അപ്പോൾ ഞാനിപ്പം പോണ റൂട്ട് കറക്റ്റ് വലിയ ഇവിടുത്തല്ല, ഞാൻ ഗൂഗിൾ മാപ്പിട്ട് അങ്ങ് പോകണമെന്നേ ഉള്ളൂ. ഇവിടുന്ന് വെള്ളറട കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നേരെ തമിഴ്നാട്, പെട്ടെന്ന് നമുക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് തമിഴ്നാട് പിടിക്കാനായിട്ട് പറ്റും കേട്ടോ. അതായത് എന്തോ ഭാഗ്യത്തിന് അങ്ങനെ ഒരു റൂട്ട് നമുക്ക് ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെളിഞ്ഞു വരുന്നത് പണ്ട് പോലെ ഉള്ള റൂട്ട് തന്നെയാണ്. എവിടെന്നെങ്കിലും പെട്രോൾ അടിക്കണം, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. തമിഴ്നാട് പോയിട്ട് അടിക്കാൻ തന്നെ എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഇവൻ ചതിക്കോ ഇല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാര്യം കഴിഞ്ഞ ദിവസം പെട്രോൾ അടിച്ച് ഇടാനായിട്ട് വിട്ടു കേട്ടോ. ഞാൻ എല്ലാം വിട്ടു. ഇന്ന് രാവിലെ എണീച്ച് അത് 2-3 ദിവസം കൊണ്ടേ പോകണം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ എണീച്ചിട്ടാണ് ഏകദേശം കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തത്. ഒരു കാര്യം പഠിച്ച് നേരത്തെ എൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുന്നത്. കാര്യം ഇത്രയും ലേറ്റ് ആവാൻ കാരണം ഞാൻ ഒറ്റ ഒരുത്തനാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പോണ വഴിക്ക് പറയാം. ഇപ്പൊ തന്നെ ഓൾറെഡി ഫോഗ് കയറി വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആരെ കാണാനാണ് പോണത്, എന്തിനാണ് പോണത് എന്നുള്ളതെല്ലാം ഞാൻ വഴിയെ പറയാം. ഒറ്റ വീഡിയോ, അതായത് ഒറ്റ സ്ട്രെച്ച് ഇവിടുന്ന് 600 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് കേട്ടോ. മൊത്തം 504 കിലോമീറ്റർ ഉണ്ട്. ഇനി ഇത്രയും കിലോമീറ്റർ ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് ഓടി കവർ ചെയ്യണം. അതിന്റെ ഇടയിൽ ഒരു പ്രശ്നമുണ്ട്, വണ്ടിക്ക് എഞ്ചിൻ സൈഡ് വർക്ക് ചെയ്ത വണ്ടിയാണ്. അപ്പം കൂടുതലായിട്ട് നമുക്ക് സ്പീഡ് പിടിക്കാനും പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകണേ ഉള്ളൂ. ഒറ്റയ്ക്കാണ് കേട്ടോ, സോളോ ആണ്, വേറെ ആരും കൂടുതലില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് ഫുള്ള് സോളോ ആണ്. വേറൊരു കാര്യം പറയണ്ട, ഞാൻ ഇപ്പൊ കുറച്ച് നേരത്തെ അത് വണ്ടി ഇവിടെ ചവിട്ടിയിട്ട് കാണിച്ചു തരാം. വണ്ടി ഒന്ന് സ്ലിപ്പായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിന്റെ പണി എന്തോ നടക്കുന്ന സ്ഥലത്താണ് കേട്ടോ. ശരിക്കും ഈ ക്രാഷ് കാർഡ് എല്ലാം ജീവൻ രക്ഷിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് സ്ലിപ്പായി ഒരു കല്ലിലിടിച്ച്. ഇത് കണ്ടോ, കാണാൻ പറ്റണ്ടോ നിങ്ങൾക്ക്? ഒരു ഇടി നല്ല രീതിയിൽ ഇടിച്ചു കേട്ടോ. എനിക്ക് കാലും കിട്ടിയ നല്ലൊരു ഇടി. ശരിക്കും പറഞ്ഞ തലനാരക്ക് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞ റൈഡിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ വീഴുമായിരുന്നു. ശരിക്കും ആ ക്രാഷ് കാർഡ് ആ മണ്ണിൽ ഇടിച്ചിട്ട് വണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞു കേട്ടോ. അതായത് അങ്ങോട്ട് ചരിഞ്ഞ വണ്ടി ക്രാഷ് കാർഡ് ഇടിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് തിരിഞ്ഞു. എനിക്ക് അപ്പോഴും വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റും. കാര്യം മഴ പെയ്തുകൊണ്ട് നിൽക്കണോണ്ട്, മഴ ചെറിയൊരു ചാറ്റിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ അപ്പോഴും വീഡിയോ എടുത്തൊരു തോന്നിയില്ല. ഇവിടെ ഇതിങ്ങനെ ചരിഞ്ഞതായിരുന്നു. ഞാൻ പോണ വഴിക്കാണ് കേട്ടോ. ഇത് എവിടെയാണ് സ്ഥലം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല ഭംഗി തോന്നി, അതുകൊണ്ട് ചവിട്ടിയതാണ്. കംപ്ലീറ്റ് റബ്ബറാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭംഗി തോന്നി. ഞാൻ അതുകൊണ്ട് വിചാരിച്ചു എന്തായാലും ഇറങ്ങി ഒരു വീഡിയോ എടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു. പിന്നെ വണ്ടിയുടെ ലുക്ക് എങ്ങനെയുണ്ട് ഇവിടെ വെച്ച്, ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഞാനേ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വൈകുന്നേരം ആയപ്പോലും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തൂല. വലിയ കുഴപ്പമില്ല കേട്ടോ. മഴ പെയ്തെന്നല്ലാതെ വേറെ വലിയൊരു പ്രശ്നം വന്നില്ല. 1-2 തവണ ചില ടീംസ് വന്ന് ചാടിയെന്നല്ലാതെ വലിയ കുഴപ്പമില്ല. അങ്ങനെ പോവുകയാണ്. അപ്പൊ ഞാനിപ്പോ പോണത് എങ്ങോട്ടാണെന്ന് എന്തായാലും നിങ്ങൾ വീഡിയോയുടെ അവസാനം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുള്ളൂ. ഇപ്പൊ നിലവിൽ ഇപ്പോൾ ഉള്ളത് തമിഴ്നാടാണ് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ണ് കണ്ടുകൂടാ. അതാണ്ടാ പൈസ കംപ്ലീറ്റ് ഫോഗാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റില്ല കേട്ടാ. ഒമ്പോ എനിക്കൊന്നും കണ്ടുകൂടാ. ഒരു ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഞാനിപ്പോ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിപ്പോ എന്തിനാണ് പറയണത് എന്നായിരിക്കും ആലോചിക്കുന്നത്. പക്ഷെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കും, നിങ്ങൾക്ക് ഒരു അപ്പൊ മനസ്സിലാവും. വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് മനസ്സിലാവും. ഞാൻ പണ്ട് സൈക്കിളിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. ആഗ്രഹിച്ച സമയം എന്ന് വെച്ചാൽ നമ്മളെ കുട്ടിക്കാലം തന്നെയാണ്. കുട്ടിക്കാലത്ത് ഒരു സൈക്കിൾ കിട്ടുക എന്ന് പറയുന്നത്, ഇന്നൊരു ബൈക്ക് അല്ലെങ്കിൽ ഒരു കാർ കിട്ടുക എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷൻ്റെ ഒരു കാർ തന്നെയാണ്. നമുക്ക് അന്ന് സൈക്കിൾ. അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞ കാര്യം എനിക്ക് പൂർത്തീകരിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഒരു ചെറിയൊരു സംഭവം എൻ്റെ ഇടയ്ക്ക് പറ്റി. ഈ ഇൻസ്റ്റാ 360 ഇവിടെ വെക്കുന്നില്ല ഈ ഒരു സാധനം, അതെവിടെ തെറിച്ച് പോയേട്ടാ. അതെവിടെയാണ് പോയെന്ന് ഒരു പിടിയില്ല. അതൊരു വല്ലാത്തൊരു പണിയായി പോയി. ഞാൻ അതിന്റെ ഒരു മൂഡ് ഓഫിൽ വരെയായിരുന്നു. മെയിനായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചത് ഇതങ്ങോട്ട് പോകണം ഇങ്ങോട്ട് തന്നെ. കാര്യം എന്ന് വെച്ചാൽ ഈ വൈസറിൽ കംപ്ലീറ്റ് ഫോഗായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ റെക്കോർഡ് ചെയ്ത കാര്യം. എനിക്ക് വൈസർ ഒരു കാരണവശാലും താത്തിടാനായിട്ട് പറ്റില്ല. പുതിയ ഹെൽമെറ്റ് അല്ല, പഴയ ഹെൽമെറ്റ് ആണ് കേട്ടോ. ഇപ്പൊ നിലവിൽ ഇപ്പോൾ യൂസ് ചെയ്യണം. നമ്മളെ മെയിൻ റൈഡിന് മാത്രമേ എന്തായാലും നമ്മളെ പുതിയ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. പറയാനായിട്ട് വന്ന കേസ് ഞാൻ ഹൈവേ കയറിയിട്ട് പറയാം കേട്ടോ. അതായിരിക്കും നല്ലത്. എനിക്ക് കൈ കൊടുത്ത് പോകണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യേ പറ്റണില്ല. വല്ലാത്തൊരവസ്ഥയായി പോയി. എന്തായാലും ഹൈവേ കയറട്ടെ കേട്ടോ. ഈ ഒരു ആംബിയൻസിൽ നിങ്ങളടുത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫീൽ തോന്നില്ല. നിങ്ങൾക്ക് ഞാൻ ആ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫീൽ തോന്നണം. അപ്പം ഹൈവേ കയറിയിട്ട് ആക്കി പറയാം കേട്ടോ. പ്രോപ്പർ തമിഴ്നാടായിട്ടുണ്ട് കേട്ടോ. കുറേ നേരമായി. ഏകദേശം ഇപ്പോൾ ഒരു 445 കിലോമീറ്ററേ ഉള്ളൂ ഇനി എൻ്റെ ഡെസ്റ്റിനേഷനിലോട്ട്. അപ്പം 500 സംതിങ്ങിൽ നിന്ന് വന്നതാണ്. അധികമാണ് പോണേ കേട്ടോ. ഈ 60-65 ആ ഒരു റേഞ്ച് പിടിച്ചാണ് പോണേ. കൂടുതൽ സ്പീഡ് പിടിക്കാനായിട്ട് നിലവിൽ ഇപ്പം എന്തായാലും നിർവാഹമില്ല. ഈ ഒരു ക്ലൈമറ്റ്, ഈ ഒരു ആംബിയൻസ് കണ്ടപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് നമ്മുടെ ചെറുക്കന്മാർ ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യണം കേട്ടോ. അവരോട് ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന അവന്മാരായിരിക്കും. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തിട്ട് തോർന്ന് നിൽക്കുന്ന ഈ ഒരു സമയം ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റ് കേട്ടോ. ഇപ്പൊ ദൈവമേ, മഴ തോർന്നെന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത മഴ, കർത്താവേ പണിയായല്ല. കേരളത്തിൽ ഒടുക്കത്തെ വെയിലും ഇവിടെ ഒടുക്കത്തെ മഴയും. നോക്കാം, കുറച്ചുകൂടെ ഒന്ന് പോയി നോക്കാം. വണ്ടി എനിക്ക് പെട്ടെന്ന് ഒതുക്കാനായിട്ട് പറ്റൂല. ഈ ബാഗ് ഇരുന്ന് നനയും. പിന്നെ എനിക്ക് ബാഗ് പെട്ടെന്ന് എടുത്ത് അഴിക്കാനും പറ്റത്തില്ല. അപ്പൊ അത് മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ്. അവിടെ എവിടെയെങ്കിലും ഒതുങ്ങിയാൽ മതിയായിരുന്നു. ഇതിനിപ്പോ ഞാൻ എവിടെ പോയി ഒതുങ്ങും? ഏതൊരു മാമ വണ്ടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മഴ ചതിച്ച് അയ്യോ. അങ്ങനെ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. ഒരു രക്ഷയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കാണാം. കണ്ടോ,
ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യണ വേറെ ഒന്നും വണ്ടി കയറ്റി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു അപ്പൂപ്പൻ്റെ ഒരു കൊച്ചു വീട് കേട്ടോ, കൊച്ചു വീട്. പുള്ളിക്കാർ ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയില്ല, ഞാൻ അത് വീഡിയോയിൽ ആഡ് ചെയ്തരാം. പുള്ളിക്കാരൊന്നും പറഞ്ഞില്ല, ഞാൻ വണ്ടി കയറ്റി വെച്ചിട്ടാണോ. പക്ഷേ വണ്ടി ഇവിടെ വെച്ചിരുന്നത്, അതിന്റെ തൊട്ടടുത്താണ് ഞാൻ കൊണ്ട് വണ്ടി വെച്ചത് കേട്ടോ. അതായത് ഇവിടെ വെച്ചിരുന്നത് കെട്ടിയെല്ലാം കൂടെ അപ്പോൾ അതിന്റെ ഇടയിലാണ് ഞാൻ കൊണ്ട് വണ്ടി വെച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. എനിക്ക് ബാഗ് നനയ്ക്കാതെ വെക്കണം, അതിന് വേണ്ടിയിട്ട് അതിന്റെ ഇടയിൽ കൊണ്ട് കയറ്റി ചെയ്തിട്ടോ. വേറെ ആരായിരുന്നാലും ഇറങ്ങിയ ഉടനെ എന്നെ ചീത്ത പറയുള്ളൂ. പക്ഷെ പുള്ളി ഒന്നും പറഞ്ഞില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് തിരിക്കാം. ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ഒന്ന് കാണിച്ചിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പിന്നെ ഇനി പോണത് ഞാൻ പറയാം, പോണ വഴിക്ക് പറയാം. ഓക്കെ, കുറച്ച് പറയാനുണ്ട്, അതുകൊണ്ടാണ് ഇവിടത്തെ തിരിക്കാനായിട്ട് പോയാണ്. പുള്ളിക്കാരൻ ഇപ്പം ഇങ്ങോട്ട് പോയേട്ടാ, എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് പോയി. എന്നെ ഒന്നും പറഞ്ഞില്ല കേട്ടാ. ഞാൻ ശരിക്കും പറഞ്ഞ ഞാൻ ഇങ്ങനെ ആദ്യം ഒന്നും ഇങ്ങനെ അന്തിച്ചെന്ന്, ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടോ ഈ കസേരയിൽ. പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറയല്ല തമ്പിക്കാരെന്ന് പറഞ്ഞു. എന്റെ പൊന്നു, ഞാൻ വിചാരിച്ച് യാറാസി ഇങ്ങനെ ഒരു ചോദ്യം വിചാരിച്ചത്. പുള്ളി എന്റെ അടുത്ത് വേറെ റോങ് ആയില്ല കേട്ടോ. അങ്ങനെ സന്തോഷം തോന്നി. കാര്യം ഇരുന്നതുകൊണ്ടല്ല, ഞാൻ വണ്ടി കയറ്റി അങ്ങനെ വെച്ചതാണ്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ചീത്ത വിളി കേൾക്കേണ്ടി വരുമെന്ന്. ഈ കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ 442 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഈ ഒരു റൈഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു ലോങ് റൈഡിനുള്ള ഒരു പ്രിപ്പറേഷൻ പോലെ ഒരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ ഒരു റൈഡായിട്ട് കണ്ടാൽ മതി. പിന്നെ ഇതെനിക്ക് വളരെ പേഴ്സണൽ ആയിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ആലോചിച്ചു വീഡിയോ എടുക്കണോ വേണ്ടത്. പക്ഷെ അമ്മ പറഞ്ഞു, നീ എന്തായാലും പോവല്ലേ, വീഡിയോ ഇവിടെ എടുത്തിട്ടോ നമുക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ എന്റെ ആ ഒരു കാര്യത്തിന് പോയിട്ട് ഞാൻ തിരിച്ചു പോരുമായിരുന്നു കേട്ടോ. ബ്രോ എന്താണ് ഹൈഡ് ചെയ്യണമെന്നായിരിക്കും പലരുടെയും ചോദ്യം. അത് വലിയൊരു കാര്യമല്ല നിങ്ങൾക്ക്, എനിക്ക് പക്ഷെ അത് ഏറ്റവും വലിയ കാര്യമാണ്. എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ഒരു കാര്യം അത് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണിത്. അപ്പോൾ എനിക്ക് ആദ്യം ഇങ്ങനെ മനസ്സിലാകുന്നത് ഇത് നമ്മൾ വീഡിയോ എടുക്കേണ്ട കാര്യമുണ്ട്. പിന്നെ എന്റെ അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അമ്മയും അനിയത്തിയും കൂടെ. അവർക്ക് രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ യാത്രയൊക്കെ ചെയ്യണത്. പക്ഷേ സാഹചര്യം നമ്മൾ അതിനെ അനുവദിക്കില്ല, അതൊക്കെയാണ് സംഭവം. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ സ്വപ്നം മാത്രമല്ല, അവരുടെ സ്വപ്നം കൂടെയാണ് നേടിയെടുക്കാനായിട്ടുള്ള ഒരു അതിനുവേണ്ടിയുള്ള ഓട്ടം. അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ വലിയ കുഴപ്പമില്ലാത്ത ഒരുത്തനാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. വാവ്, അങ്ങോട്ട് നോക്കടാ. ഒരു രക്ഷയില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു പമ്പിലാണ്, പെട്രോൾ അടിക്കാൻ കയറിയതല്ല, മഴ ചെയ്തുകൊണ്ട് കയറി ഒതുങ്ങിയതാണ് കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഹൈവേ കണ്ടപ്പം കുറച്ചൊന്ന് സന്തോഷിച്ചാണ്, പക്ഷെ സമ്മതിക്കൂല. ഒരു രക്ഷയില്ലാത്ത മഴ. ചേച്ചി വിചാരിച്ചാണ് എനിക്ക് വട്ടാണെന്ന്. കുറേശ്ശെ ഇങ്ങനെ നിന്ന് പോവാ. മെയിൻ പ്രശ്നം വേറൊന്നുമില്ല കേട്ടോ, ഈ ഷൂസിൽ കണ്ടോ ഒരു ബൂട്ട് വേണ്ട, ബൂട്ട് ഇപ്പോൾ വേണ്ട. കാര്യം ബഡ്ജറ്റ് എല്ലാം കമ്മിയാടേ, കംപ്ലീറ്റ് തീർന്നു. റൈഡ് പോകാൻ വെച്ചിരുന്ന ഏകദേശം കാശ് തീർന്നു. ഇനി നോക്കിക്കോ നിങ്ങൾ, എങ്ങനെ പോയാലും ഞാൻ ഇന്ന് ചിലവാണ് കാശ് ഞാൻ പറയാം കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ഫുഡ് കഴിച്ചില്ല കേട്ടോ. ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ പാവം രാവിലെ അമ്മ നേരത്തെ എണീറ്റ് എനിക്ക് കാപ്പി ഉണ്ടാക്കി തന്നേട്ടാ. എന്താ വെച്ചാൽ അമ്മയ്ക്കറിയാം ഞാൻ രാവിലെ കാപ്പി കുടിക്കാതെ ഞാൻ അങ്ങ് പോകും. പിന്നെ ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കും. ഇതൊക്കെയാണ് ആഹാരം കമ്മിയാണ്. എനിക്ക് ബൈക്ക് യാത്ര, അതായത് ബൈക്ക് റൈഡ് എന്ന് പറയുന്ന സാധനം ഭയങ്കര പ്രാന്താണ്. അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അമ്മ നേരത്തെ എണീച്ച് നല്ല ഗോതമ്പ് പുട്ടുണ്ടാക്കി തന്നേട്ടാ. അതും കഴിച്ചും കൊണ്ടാണ് രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. അതാണ് ഇന്ന് എൻ്റെ എക്സ്പെൻസ് ഇപ്പം നിലവിലുള്ള. ഞാനിപ്പോൾ പ്രോപ്പർ ഇപ്പോൾ ഹൈവേയിലാണ് കേട്ടോ, NH44 ഇവിടെ നിന്ന് കറക്റ്റ് 400 സംതിങ് കിലോമീറ്റർ ഇനിയും ഉണ്ട് കേട്ടോ. ഒന്നും ആയിട്ടില്ല. മധുര ഇവിടെ നിന്ന് 215 കിലോമീറ്റർ കേട്ടോ. നല്ല ഹൈവേ കണ്ടപ്പോഴേ വലിച്ചു വിട്ട് പോകണമെന്നുണ്ട്, പക്ഷെ പറ്റൂല. 55, 60, 62, 65 ഇതിനകത്ത് നിർത്തുകയാണ് ഞാൻ വണ്ടി. 65 കയറി പോണതാണ്. ഞാൻ ഇനി പോണത് എങ്ങോട്ടാണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇനി പറഞ്ഞില്ല ശരിയാവില്ല. കാര്യം ഞാനിപ്പോൾ ഈ പറയാൻ പോണ ഈ ഒരു കൊച്ചു സ്റ്റോറിയിൽ പോലും ആ ഒരു സംഭവം ഉണ്ട്. ഞാൻ ഈ ഇത്രയും നേരം കാത്തു വെച്ച ആ ഒരു ചെറിയൊരു കഥ കേട്ടോ, ഒരു ചെറിയൊരു കഥയാണ്, പെട്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ പണ്ട്, അതായത് എൻ്റെ കുട്ടിക്കാലത്ത് നമ്മൾ ആദ്യത്തെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിളാണല്ലോ. എല്ലാവർക്കും അങ്ങനെയാണല്ലോ, ഒരു സൈക്കിൾ എടുക്കുക എന്ന് പറയുന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ആരും പറയില്ല. പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വാങ്ങിത്തരില്ല എന്ന് പറയില്ല, വാങ്ങിത്തരും കേട്ടോ. പക്ഷേ അപ്പോഴത്തെ സാഹചര്യവും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ. ഞാൻ അങ്ങനെ കൂടുതൽ പുള്ളിക്കാരൻ്റെ അടുത്തൊന്നും അങ്ങനെ ഒന്നും റിക്വസ്റ്റ് ചെയ്യില്ല. ഞാൻ ഇങ്ങനെ ഒരു നോട്ടം നോക്കണം, എൻ്റെ അച്ഛന് കറക്റ്റായിട്ട് അത് മനസ്സിലാവും, അവനത് ഇഷ്ടപ്പെട്ടിട്ടാണ് നോക്കണത് എന്ന് മനസ്സിലാവും. നമ്മൾ ഈ പണ്ട് എനിക്കിതൊക്കെയാണ് കേട്ടോ ഇഷ്ടമൊക്കെ, ഈ JCB ഇങ്ങനെ ഒരു സാധനം എന്ന് വെച്ചാൽ കളിപ്പാട്ടങ്ങൾ, ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ എന്ന് വെച്ചാൽ അത്ര കുട്ടി പ്രായത്തിൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ അവിടെ ഒരു എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ്, അവ ഒരു ചെറിയൊരു സൈക്കിൾ എടുത്തതെന്ന് വെച്ചാൽ നീല കളർ ഒരു BSI സൈക്കിളാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വാങ്ങിച്ചത് ഓട്ടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായി പോയിട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു പ്രായത്തിൻ്റെ ആ ഒരു ഇത്. ശരിക്കും അന്ന് ആ സൈക്കിളൊന്ന് ഓട്ടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് തൊടാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ഞാൻ അവൻ്റെ പുറകെ ഒരു ദിവസം ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എൻ്റെ ആ ഒരു കുടുംബ വീട്ടിൽ നിന്ന് ഇറങ്ങി താഴത്തെ ആ ഒരു വീട്ടിലോട്ടാണ്. അന്ന് താഴെ വീടില്ല കേട്ടോ, അന്ന് വെറ്റയുടെ കൃഷിയാണ്. അച്ഛന് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അന്ന്. അപ്പോൾ അന്ന് എന്താ ബ്രോ ഒതുക്കോ? ബ്രോ പറഞ്ഞോ. കേരള ടു വേളാങ്കണ്ണി.
ഓഹോ എടുത്തോ. ഇതാണ് തമിഴ്നാട്ടിലെ പിള്ളേർ കേട്ടോ. ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അവൻ അറിഞ്ഞൂടാ. പേര് ഗൗതം. ഓക്കെ, എന്താ യൂട്യൂബ് ചാനൽ? അയ്യോ തമിഴെല്ലാം കയ്യെന്ന് പോയാ. കൊടുങ്ങ കൂടാ പാത്തിയാ. ഇത് എന്നോட ചാനല് സബ്സ്ക്ரைப் பண்ணியாச்சு. அடுத்த வீடியோ பாருங்க கேட்டா. மலையாளம் தெரியுமா? ஓகே ஓகே. சின்ன சேனல் தான், ஆனா கூடிய சீக்கிரம் கண்டிப்பா. ஓகே ஓகே, தேங்க்யூ. ரொம்ப சந்தோஷம் கேட்டா. போட்டுமா? ഓക്കെ. എൻ്റെ പൊന്നോ, എനിക്ക് വയ്യ. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അത് എന്നെ ശരിക്കും പറയാം, അവന് എന്നെ അറിയില്ല, ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല, യൂട്യൂബ് ആണെന്നോ ഒന്നും അറിയില്ല. ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്ന കണ്ടിട്ട്, അത് എൻ്റെ ഈ ഒരു അപ്പിയറൻസ് കണ്ടിട്ടാണ്, അത് വണ്ടിയും ഈ ഒരു ജാക്കറ്റും കാര്യങ്ങളെല്ലാം കണ്ടിട്ടാണ് വണ്ടി കൈ കാണിച്ചത്. അപ്പോൾ എവിടെ പോകണമെന്ന് ചോദിച്ചു. ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞു വേളാങ്കണ്ണി പോകണതാണ്, അതോ പോണത്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം, അപ്പോൾ സൈക്കിള് ശരിക്കും പറഞ്ഞാൽ ഈ സൈക്കിൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലത്തെ വീട്ടിൽ നിന്ന് താഴോട്ട് ഓടി വരുമായിരുന്നു കേട്ടോ. ഇവൻ ഈ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടതുകൊണ്ട് ഞാൻ അവൻ്റെ പുറകെ ഓടി. അപ്പോൾ ഞാനിങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. ഒരു കുന്നിൻ്റെ മുകളിലാണ് എൻ്റെ കുടുംബ വീടിരിക്കുന്നത്. അപ്പം ആ വീട്ടിൽ നിന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ താഴത്തേക്ക് ഓടി വന്നതാണ്. അപ്പം ഈ ഓടി വരുന്ന സ്ഥലം കംപ്ലീറ്റ് റബ്ബറാണ് കേട്ടോ. അപ്പോൾ ഈ റബ്ബറിൻ്റെ വേരിങ്ങനെ പൊങ്ങി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ വേരിൽ തട്ടിയിട്ട് ഞാൻ തെറിച്ച് വീഴുന്നത്. തെറിച്ച് വീഴുന്നത് ഇങ്ങനെ താഴോട്ടാണ് ചെന്ന് വീഴുന്നത്. എൻ്റെ നെഞ്ചും കൈ മുട്ട് ഇതെല്ലാം ഇടിച്ച് മുറിഞ്ഞ്. അപ്പോൾ ഈ കാഴ്ച കംപ്ലീറ്റ് അച്ഛൻ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ എന്നെ ആദ്യം ഒന്നും പറഞ്ഞില്ല, കാര്യം അച്ഛൻ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് ഒന്നും അറിയാൻ പാടില്ല. അന്ന് വെറ്റി കൃഷിയാണ് കേട്ടോ, അതായത് വെറ്റക്കൊടിയൊക്കെ കേട്ടിട്ടില്ലേ, അതിൻ്റെ ഇടയിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു ഉണ്ടാകും. അപ്പം ഞാൻ വിചാരിച്ചു ആരും കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് എണീറ്റ് പെട്ടെന്ന് ഇങ്ങനെ കൈയും കാലൊക്കെ തട്ടി തടവി എന്താ വെച്ചാൽ കരച്ചിലൊന്നും കേട്ടോ, ഞാൻ അറിയാതെ കരഞ്ഞു പോയി. അപ്പോൾ എന്ന് വെച്ചാൽ ഇവൻ സൈക്കിൾ നിർത്താതെ പോയി, എന്നെ കണ്ടിട്ട് ഇവൻ സൈക്കിൾ നിർത്താതെ പോയി കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ അന്നത്തെ അപ്പോഴത്തെ ആ ഒരു ത്രില്ലിലായിരിക്കും പുള്ളിക്കാരൻ നിർത്താതെ പോയി. പക്ഷെ നല്ല കൂട്ടാണ്, ഇപ്പോഴും നല്ല കൂട്ടാണ്. പിന്നെ അവൻ അങ്ങനെ സൈക്കിൾ നിർത്താതെ പോയി. ഞാൻ കരഞ്ഞുകൊണ്ടാണ് ആ ഒരു വെറ്റ കൃഷി ഇട്ടേക്കുന്ന സ്ഥലത്തോട്ട് ഞാൻ കയറി പറഞ്ഞു കേട്ടോ. കയറി ഇങ്ങനെ തിരിഞ്ഞതും അച്ഛൻ ഇങ്ങനെ നിൽക്കണം എന്നെ നോക്കിക്കൊണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് ശരിക്കും വിഷമം വന്നത്. എന്ന് വെച്ചാൽ അച്ഛൻ കണ്ടല്ലോ എന്നുള്ളൊരിതായിരുന്നു. ഞാനിങ്ങനെ അറിയാതെ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു വല്ലാത്തൊരു അവസ്ഥയിലോട്ട് പോയേട്ടാ. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് ചോദിച്ചത്, ഫസ്റ്റ് ചോദ്യം കിട്ടിയാടാ എന്ന് ചോദിച്ചു. കാര്യം പുള്ളിക്കാരൻ അങ്ങനെയാണ്. എനിക്ക് ഞാൻ എൻ്റെ അച്ഛനെ പരിചയപ്പെടുത്തി തരാം. അതിന് സമയമായിട്ടില്ല ഇപ്പോൾ, ഇനി വരുന്ന വീഡിയോസിൽ എപ്പോഴെങ്കിലും അച്ഛനെ ഞാൻ കൊണ്ടുവരാം. അപ്പം അച്ഛൻ ഇങ്ങനെ ചോദിച്ചു കിട്ടിയാടാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെ ഇടിച്ചെന്ന് ചോദിച്ചു. നീ വാ എന്ന് പറഞ്ഞു. വിളിച്ചെന്ന് വെച്ചാൽ എല്ലാം വിരട്ടാണ്, ഇങ്ങനെ വിരട്ടിയിട്ടുള്ള സംസാരമേ ഉള്ളൂ പുള്ളിക്കാരന്. അപ്പോൾ ഞാൻ അടുത്ത് ചെന്നപ്പം പിടിച്ചിങ്ങനെ നിർത്തി എൻ്റെ നെഞ്ചൊക്കെ തടവി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മേലാൽ ഇനി അവൻ്റെ പുറകെ നീ സൈക്കിളിന് കാണാനോ അവൻ്റെ സൈക്കിൾ ഓടിക്കാനോ നീ അവൻ്റെ പുറകെ പോകരുതെന്ന് പറഞ്ഞു. അച്ഛനല്ലേ, അപ്പം അച്ഛന് അതിൻ്റേതായിട്ടുള്ള ഒരു വിഷമം തോന്നിയിട്ടുണ്ടാവും. ഒരു രക്ഷയില്ല കേട്ടോ. കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മഴയെടുത്ത് വീഴ്ത്തി ഇവിടെ നോക്കണം കേട്ടോ. ഒരു രക്ഷയില്ലാതെ നനഞ്ഞ് വണ്ടി നനയുന്നതിനോ അങ്ങനെ നല്ല പ്രശ്നം. ഈ ഗോപ്രോ അതുപോലെയുള്ള സാധനങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് നനയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചങ്ക് വിടയും. നമ്മൾ നനയണ കുഴപ്പമില്ല, എത്ര നനഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഇതുപോലെ സാധനങ്ങൾ നനയുമ്പോഴേ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പോലും എനിക്ക് എഴുപ്പിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. എന്തെല്ലാം റിസ്ക് എടുത്തെന്ന് അറിയാം ചെയ്യണ വീഡിയോ. എന്നാൽ അതിനുള്ള ഒരു റെസ്പോൺസ് വരാതെ ശരിക്കും വിഷമം തോന്നും. അത് കുഴപ്പമില്ല, നമ്മൾ കയറി വരുമ്പോൾ കയറി വെത്തതല്ലേ, അല്ലേ? അങ്ങനെയല്ലേ? എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ വീഡിയോസ് കയറി വരും. അന്ന് എന്തായാലും എല്ലാവരും കാണും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന കേസ്, അന്ന് അച്ഛൻ എന്നെ ഇങ്ങനെ പിടിച്ച് വിലക്കി ഇങ്ങ് വിട്ടു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു നോട്ടീസ് നമ്മളവിടെ കിട്ടിയാട്ടോ. നോട്ടീസ് എന്ന് വെച്ചാൽ ഈ ഒരു 90s ആൾക്കാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മറ്റേ വേളാങ്കണ്ണി മാതാവിന്റെ ഇത്ര നോട്ടീസ് അടിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഈ നമ്മളത് വായിച്ചതിന് ശേഷം അവസാനം കൊടുത്തെങ്കിൽ നോട്ടീസ് അടിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണും. അപ്പോൾ ഞാൻ ഇതെടുത്ത് വായിച്ചിട്ട് ഞാൻ എടുത്ത് വായിച്ചു പോയല്ലോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ പേടിച്ചു. എന്ന് വെച്ചാൽ അന്നത്തെ പ്രായമല്ലേ. അപ്പോൾ ഞാൻ അമ്മരെ കൊണ്ടുകൊടുത്തു. അമ്മ ചോദിച്ചു നീ എന്തിനാണ് ഇതൊക്കെ എടുത്ത് വായിക്കണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഞാനിത് വായിച്ചിട്ട് മനസ്സിലൊരു കാര്യം വിചാരിച്ചു പോയി. അപ്പം അത് ഇതുപോലെ നോട്ടീസ് അടിച്ച് കൊടുക്കാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മക്ക് പെട്ടെന്ന് എന്ന് വെച്ചാൽ നമ്മൾ ആ സാഹചര്യം നോട്ടീസ് അടിച്ച് കൊടുക്കാൻ പറ്റുമോ, നിങ്ങളത് ആലോചിച്ച് നോക്കിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യവും വിഷമമൊക്കെ വന്നു. അപ്പം എന്നെ വഴക്ക് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തിനാണ് ഇതൊക്കെ ഈ കയ്യിൽ ഇങ്ങനെ വഴി കാണുന്ന ഇതൊക്കെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ നോട്ടീസ് അടിച്ചു കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും സംഭവം എനിക്ക് അറിഞ്ഞൂടാ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് അന്ന് നോട്ടീസ് അടിച്ചു കൊടുക്കാനോ അങ്ങനെയുള്ള സാമ്പത്തിക കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തെന്നറിയാം, ഞാൻ ഇമ്പോസിഷൻ എഴുതാൻ കാരണം നമ്മൾ ഈ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാമെന്നുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇമ്പോസിഷനാണ്. പഠിക്കാത്ത ടീമാകുമ്പോൾ കൂടുതൽ ഇമ്പോസിഷൻ എഴുതി നല്ല ശീലമുണ്ട്. അത് നമ്മളെ കൈ വഴങ്ങുമല്ലോ. എന്ന് വെച്ചാൽ രണ്ട് കൈ കൊണ്ടൊക്കെ എഴുതാൻ പറ്റിയ ഒരു എക്സ്പെർട്ട് ആണ് ആ സമയത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ കാണിച്ചിരിക്കണം, അതായത് ഈ നോട്ടീസിലുള്ള കംപ്ലീറ്റ് കാര്യവും ഞാൻ എഴുതും എന്ന് വിചാരിച്ച്. എത്രയാണോ ഞാൻ നോട്ടീസ് അടിച്ചു കൊടുക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചത് അത്രയും നോട്ടീസ് ഞാൻ എഴുതും. അങ്ങനെ ഒരു വാശിയിൽ ഞാൻ എഴുതി അവസാനം എൻ്റെ കൈ കഴിച്ച് എന്ന് വെച്ചാൽ ഏകദേശം ഞാൻ എഴുതി കേട്ടാ. അപ്പോൾ ഈ എഴുതി വെച്ച സാധനം ആർക്ക് കൊടുക്കുന്നൊരു പിടിയില്ലല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു കുരിശിൽ പോവയല്ലേ, അപ്പോൾ അവിടെയുള്ള ആൾക്ക് എനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഏകദേശം കുറെ ആൾക്കാർക്ക് കൊടുത്തേട്ടാ. ചിലരൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു നോക്കിയിട്ട് എന്നെ കളിയാക്കി ചിരിച്ചിട്ടങ്ങ് പോയി. എന്ന് വെച്ചാൽ ഈ സുഖമില്ലാത്ത ചെറുക്കനാണെന്നാ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചു കാണും. അവരങ്ങ് ചിരിച്ചിട്ട് പോയി. അപ്പം ചിലരെൻ്റെ ഇത് വാങ്ങിച്ചില്ല. അപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തന്നെ. അപ്പോൾ അച്ഛൻ എൻ്റെ ഇത് വാങ്ങിച്ചിട്ട് ഒരു പാറയുടെ പുറത്ത് വെച്ചേട്ടാ. പാറയുടെ പുറത്തൊരു കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിലൊരു പരിപാടി നടന്നു. സ്കൂളിൽ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്സ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അത്. അപ്പോൾ കുരിശിൽ വെച്ചിട്ട് ആ ഒരു സീസൺ സമയത്ത് ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഡ്രോയിങ് കോമ്പറ്റീഷൻ, അങ്ങനെ ഒരു സംഭവം. നമ്മുടെ സ്കൂളിൽ നിന്ന് കുറെ പിള്ളേരെ കൊണ്ട് കേട്ടോ, വരയ്ക്കാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുത്തനൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ കൂടെ. അപ്പം ഞാൻ അത്യാവശ്യം വരയ്ക്കണ കാര്യം എൻ്റെ കൂടെ ഇരിക്കുന്ന സാമിനൊക്കെ അറിയാം. സാമിന്, അഖിൽ, സുമേഷിനൊക്കെ ഇവന്മാർക്ക് അറിയാം. അപ്പോൾ ഇവന്മാർ ഇങ്ങനെ നോക്കി അവന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞ ആളിയാ പോവാൻ, നമുക്ക് പോകാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർമാർ വന്നിട്ട് ആദ്യം പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 3 എണ്ണം ഉണ്ട്, അതായത് ഒരു ത്രിമൂർത്തികളെന്ന് വേണമെങ്കിൽ പറയാം അന്നത്തെ കാലത്ത്. അപ്പോൾ നമ്മൾ 3 എണ്ണം തലതിരിഞ്ഞവന്മാരാണ്. അത് തലതെറിച്ചവന്മാർ, അവരെ ഭാഷ പറഞ്ഞ തലതെറിച്ചവന്മാർ. ഇവന്മാരെ 3 എണ്ണത്തിനെ വണ്ടിക്കകത്ത് കയറ്റരുത് എന്ന് സിസ്റ്റർ ഒന്ന് വാണിംഗ് തന്നിട്ട് പോയി. അപ്പോൾ നമ്മളങ്ങനെ വിഷമിച്ചിരിക്കണം. അപ്പോൾ ഡ്രൈവർ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളത് ഭയങ്കര കാര്യം, മണിക്കുട്ടൻ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, എടാ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സിസ്റ്റർമാരെന്തായാലും പ്രെയർ കഴിഞ്ഞിട്ടേ വണ്ടി കയറുള്ളൂ, നിങ്ങൾ ആ സമയത്ത് ബാക്ക് സീറ്റിൽ കയറി ഇരുന്നോണം, ഞാൻ വണ്ടി എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി ഷെഡിലിട്ടേക്കുന്നത്, അതായത് പാർക്ക് ചെയ്ത് ഷെഡിലിട്ടേക്കുന്ന എടുത്തുനിന്ന് ഞങ്ങളൊരു 3 എണ്ണം ബാക്ക് സീറ്റിൽ കയറി മിണ്ടാതിരുന്നു. എന്ന് വെച്ചാൽ ബാക്ക് സീറ്റ് ആ സീറ്റിൻ്റെ അടി വെച്ചിട്ട് കാണാത്ത രീതിയിൽ ഞങ്ങളൊരു 3 പേരെ അവിടെ കയറിയിരുന്നു. അപ്പോൾ കുരിശില പോയി ഇറങ്ങിയപ്പോഴുണ്ട് സിസ്റ്റർമാർ കാണണം ഞങ്ങളൊരു 3 എണ്ണം അതിനകത്തുണ്ടത്. അന്ന് ഞങ്ങൾക്ക് ശരിക്കും വഴക്ക് കിട്ടി, മണിക്കൂറിന് 2 വഴക്ക് കിട്ടി, അന്ന് ശരിക്കും വഴക്ക് കിട്ടിയടാ. പക്ഷേ അത് കഴിഞ്ഞിട്ട് സാം എവിടെ പോയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ, എടാ പടം വരയ്ക്കുന്ന മത്സരമുണ്ട്, നീ വാ നമുക്ക് മത്സരിക്കാം, നീ വരയ്ക്കുമല്ലോ, നീ കയറി വരയെന്ന് പറഞ്ഞു. എനിക്ക് കുരിശിലത് ഇതുപോലെ ഒരു ചെറിയൊരു രൂപം മാത്രമേ അറിയൂ. എന്ന് വെച്ചാൽ കുരിശിൽ കയറിയിട്ടുണ്ട്, അച്ഛൻ്റെ ഇവിടെ രാത്രി കയറിയിട്ടുണ്ട്, അതുപോലെ ഇറങ്ങി ഒരു വെളുപ്പിനൊക്കെ ഇറങ്ങി പോരും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ രൂപത്ത് എങ്ങനെയാണെന്നുള്ള ദൂരം എന്നത് ഇതുപോലെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞാ എനിക്ക് എൻ്റെ വരയ്ക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ കൂടെ ഒരു ഗൾഫുകാരൻ്റെ മോൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവൻ്റെ ഈ വക സാധനങ്ങളെല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ കുറേ കളറുള്ള ഒരു ബോക്സ് ഉണ്ട് അവൻ്റെ. അപ്പോൾ അവൻ്റെ ഇത് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഒരു കാരണവശാലും തരൂല, നീ ചോദിക്കാൻ വേണ്ടി പോകേണ്ട, തരൂല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് അവൻ പറഞ്ഞ്, നീ വിഷമിക്കണ്ടാ, നിനക്ക് ഞാൻ കളർ ഇവിടെ നീ വാങ്ങിച്ചുകൊണ്ടിരാ. എന്നിട്ട് ഇത്ര സൈസുള്ള നമ്മുടെ ഒരു 7-8 കളറുള്ള ഒരു ബോക്സ് വരുമല്ല, ഒരു ചെറിയൊരു ബ്രഷും കൂടെ വരണം. അന്നത്തെ കാലത്തുള്ളവർക്ക് നന്നായിട്ട് അറിയാതെ, പലരും അതിൽ പടം വരച്ചിട്ടുള്ളതായിരിക്കും. അപ്പം ആ ഒരു ചെറിയൊരു ബോക്സ് എവിടെ പോയി എടുത്തോണ്ട് വന്നേട്ടാ. എടുത്തോണ്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, അളിയാ വാ കയറി വരയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞു ഇന്നും എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മയുണ്ട്. ഇവന്മാർ 3 എണ്ണം ആ ജനലിന്റെ അപ്പുറത്ത് നിൽക്കും കേട്ടോ. ഞാൻ വരയ്ക്കുന്നിടത്ത് ഇങ്ങനെ അപ്പോഴപ്പോഴിങ്ങനെ തലയിങ്ങനെ പൊക്കി നോക്കും. എന്നിട്ട് എൻ്റെ അടുത്തേക്ക് അതെ എന്തായാലും വരച്ച നിൽക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറയും. അതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ വരത്ത് പോടാ അങ്ങോട്ട് പോടാ, ഞാൻ ഒന്ന് വരച്ചോട്ടെന്ന്. കാര്യം എനിക്ക് ഞാൻ വരയ്ക്കുന്നത് പോലെ എനിക്കൊരു നാണക്കേട് പോലെയാണ്. കാര്യം ഇത് ഇപ്പോൾ ഓക്കെ ആവും, എന്നെക്കാളും വരയ്ക്കാൻ അറിയുന്നുള്ളവരില്ലേ എന്നുള്ളൊരിതാണ്. അപ്പോൾ ഞാൻ വരച്ച് തീർന്നിട്ട് ഞാൻ ഈ ഷീറ്റ് നമ്മുടെ ഈ പേപ്പർ എടുത്ത് ഞാൻ ഇങ്ങനെ തിരിച്ച് കാണിച്ചേട്ടാ. അപ്പോൾ തിരിച്ച് കാണിച്ചപ്പം ശരിക്കും പറഞ്ഞ യുവമാർ ആ കണ്ണിൽ കണ്ട ആ ഒരു ഇതുണ്ട്. എന്ന് വെച്ചാൽ യുവമാർ ഭയങ്കര സന്തോഷമായത് കണ്ടിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അളിയോ സെറ്റപ്പെടാ എന്ന് പറഞ്ഞു. ഞാൻ ഒരു വല്ലാത്തൊരു ഇതിലായി പോയിട്ടോ. അപ്പോഴെന്ന് വെച്ചാൽ എങ്ങനെയാണ് യുവമാരെന്നെ കളിയാക്കണമെന്നാണ്, കൂട്ടുകാരല്ലേ, അപ്പോൾ കളിയാക്കണമെന്നാണ്, എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം. അപ്പം അവരെല്ലാവരും വന്ന് നോക്കി എൻ്റെ ഷാക്കൻ്റെ ഒക്കെ തന്നിട്ട് വിട്ടു. അപ്പം ഞാൻ വിചാരിച്ച് നോർമലല്ലേ എന്നുള്ളൊരിതായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞ് എനിക്കൊരു പ്രശ്നമുണ്ട്. അതെന്താ വെച്ചാൽ ഞാൻ സ്കൂളിൽ താമസിച്ചേ വരുള്ളൂ. അതൊരു പൾസർ ബൈക്ക് കാണാൻ വേണ്ടിയിട്ട്. അന്ന് ചിക്കു എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ, കല്ലാമത്തുള്ളവർക്കൊക്കെ അറിയാം, ചിക്കു എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ഒരു 150 ബൈക്ക് ഉണ്ട് കേട്ടോ. 150 ആണ്, ഒരു വാടാമുല്ല കളർ വണ്ടി. അപ്പോൾ ആ വണ്ടി കാണാൻ വേണ്ടിയിട്ട് ഞാൻ പതിയെയാണ് സ്കൂളിൽ കയറി വരുന്നത്. മിക്കവാറും ഞാനാണ് ഈ പ്ലെഡ്ജ് പറയുന്നത് കേട്ടോ, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ്. അത് അപ്പോൾ ഞാൻ ഇത് എനിക്കറിയാം, ഞാൻ ഇത് മിക്കവാറും ഞാൻ പറയണതാണ്. അപ്പോൾ ഞാൻ അത് കണക്കാക്കി ഞാൻ അങ്ങനെ വരെയാണ്. എന്ന് വെച്ചാൽ ഈ സിസ്റ്റർമാരെ കാണാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കവിഴ്ന്ന് വരെയായിരുന്നു. അപ്പോൾ ഈ സിസ്റ്റർമാർ മിക്കവാറും എന്നെ പൊക്കും, ഇനി പോകുന്നേരം നീ കൂടുതൽ കുനിയണ്ട, ഇനി പോകുന്നേരെന്ന് പറയും. എടാ ഞാനങ്ങനെ സിസ്റ്റർമാർ അവിടെ താഴെ നിന്നിട്ട് എന്നെ ഇങ്ങനെ വിളിച്ച്, ഇനി താഴോട്ട് പോകുന്ന ബിരുദൻ, ഇനി താഴോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ വേണ്ട അതങ്ങ് താഴ്ചയുണ്ട്. അപ്പം എന്നെ ഇനി ഫ്രണ്ടിൽ വിളിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പ്ലഡ്ജ് പറയാൻ വേണ്ടി വിളിച്ച് നിർത്തിയിരിക്കണം. മിക്കവാറും ഞാനാണ് പറയുന്നത്, താമസിച്ച് പറഞ്ഞവരാണ് പ്ലഡ്ജ് പറയേണ്ടത് കേട്ടോ.
അപ്പോൾ മിക്കവാറും എന്നെ പൊക്കിക്കൊണ്ടോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആൻഡ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. എന്നാൽ ഇവർ എനിക്ക് അവിടെ മത്സരിച്ച് എനിക്ക് ഫസ്റ്റ് കിട്ടി എന്ന് വെച്ചാൽ നമ്മുടെ അഭിമാനമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിൽ കയറണം, എൻ്റെ തലയ്ക്കകത്ത് കംപ്ലീറ്റ് ഇങ്ങനെ ഒരു മോണലും പിന്നെ ഇന്ത്യ ഈസ് മൈ കൺട്രി, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു ഓളത്തിലിരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഷേക്കൻ്റെയൊക്കെ തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പോയി നിന്നോളാൻ പറഞ്ഞു അസംബ്ലിയിൽ. ഞാൻ ഏറ്റവും ബാക്കിൽ പോയി നിന്നത് എന്ന് വെച്ചാൽ നമ്മളെ സ്ഥലം അവിടെയാണ്. അപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ ഒന്ന് രണ്ട് കൂട്ടർ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂടെ അവന്മാരുടെ പേപ്പറെല്ലാം എടുത്തുകൊണ്ട് വന്ന്, അപ്പോൾ അവന്മാർ എന്നിട്ട് അതിലേക്ക് ഫസ്റ്റ് കിട്ടിയിടാന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫസ്റ്റാ ആർക്ക് എനിക്കാ എന്നുള്ളൊരിതായി. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ സ്കൂളിൽ ഏറ്റവും വലിയ തല്ലിപ്പൊളിയാണ്, പക്ഷെ അന്നത്തെ ഹീറോ ആയിരുന്നു അവിടുത്തെ. ശരിക്കും പറയാം എനിക്ക് എന്താണ് മറ്റേ KGF കണ്ടിട്ട് ഇറങ്ങുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. പിന്നെ നെഞ്ചൊക്കെ വിരിച്ച് അവിടെ കൂടെ ഇങ്ങനെ നടക്കാൻ പറ്റും, കൊച്ചിക്കാനെ ഇപ്പോൾ നടക്കും പോലെ. അപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ക്യാഷ് പ്രൈസ് ഉണ്ട്, പോയി മേടിക്കണം, അച്ഛനും കൂട്ടി പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയപ്പോൾ എനിക്ക് 501 രൂപ, അന്നത്തെ 501 രൂപയാണ്. അപ്പോൾ 501 രൂപയും ഒരു ചെറിയൊരു പതക്കവും അതൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ ഇത് പോയി വാങ്ങിച്ച് തിരിച്ചു വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് നിനക്കൊരു സൈക്കിൾ വാങ്ങിച്ചു തരാം എന്നുവെച്ചാൽ ആ കിട്ടിയ കാശിനും ബാക്കി പകുതി കൂടുതൽ അച്ഛൻ ഇട്ടേട്ടാ. എന്നുവെച്ചാൽ അച്ഛൻ്റെ ഒരു കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ ഇട്ടിട്ട് എനിക്കൊരു സൈക്കിൾ വാങ്ങിച്ചു തന്നെ കേട്ടോ. സൈക്കിൾ എന്ന് വെച്ചാൽ സെക്കൻഡ് സൈക്കിളാണ്. ആ സൈക്കിൾ ഇന്നും എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഇതെന്തിനും ബ്രോ ഇത് ഇത്രയും പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എനിക്ക് നല്ല വീഡിയോ ലെങ്ത് ആയി കാണും. അപ്പോൾ ഞാൻ ഇതെന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ ആ ഒരു ഇത്, അത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കാര്യങ്ങൾ എനിക്ക് എല്ലാവർക്കും വേണം കേട്ടോ, എല്ലാവർക്കും ഓരോ വിശ്വാസങ്ങൾ വേണം. വിശ്വാസം ഇല്ലാത്തവർക്ക് ഓക്കെ വിശ്വാസമില്ല, അത് ഒരിക്കലും അവരെ വേറൊരു ഇതിലോട്ട് കൊണ്ടുപോകാനോ അങ്ങനെയൊന്നും ആരും പോകണ്ട. ഓരോരുത്തർ അവരൊരു ഇൻഡിവിജ്വലാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഇതിൽ വന്നിട്ട് വേറെ ആൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതൊന്നും പാടില്ല. എല്ലാവരും ഇൻഡിവിജ്വലാണ്. അവർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിശ്വാസം വേണം, രാഷ്ട്രീയം വേണം, എല്ലാം വേണം. അതെല്ലാം അവനവൻ്റെ ഉള്ളിലായിരിക്കണം. ഒരു കാരണവശാലും മറ്റൊരുത്തൻ്റെ ഒരു ലൈഫിലോട്ട് അതിനെ അടിച്ചമർത്താനോ അങ്ങനെയൊന്നും പോകാൻ പാടില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഒരു കാരണവശാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. ഇനി വരുന്ന തലമുറയുടെ അടുത്ത് പറഞ്ഞാണ്, ഞാൻ വലിയ മറ്റൊന്നല്ല, നോർമലിലുള്ള കാര്യം പറഞ്ഞാണ്. എല്ലാവർക്കും അവരവരെ വിശ്വാസം വേണം, എല്ലാവർക്കും അവരേതായിട്ടുള്ള രാഷ്ട്രീയം വേണം, അഭിപ്രായം വേണം, എല്ലാം അവരേതായിട്ട് വേണം. പക്ഷെ അതൊരു കാരണവശാൽ ഒരാളിന് അടിച്ചേൽപ്പിക്കാനോ അങ്ങനെയൊന്നും പോകരുത് കേട്ടോ. ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് രണ്ടാമത് പറഞ്ഞത് പറയുന്ന കാര്യത്തിൽ തെറ്റാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയ ഒരു വിശ്വാസമാണ്. അന്ന് അമ്മയുടെ അടുത്ത് എന്ത് പറഞ്ഞാലും എന്ന് വെച്ചാൽ നമ്മൾ അമ്മയുടെ അടുത്ത് പറയും പോലെയാണ്, മനസ്സിലായില്ല, അമ്മയുടെ അടുത്ത് പറയും പോലെയാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും നമുക്കത് നേടിത്തരും. ഇപ്പോൾ എനിക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ചെറിയൊരു നേർച്ചയുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോണതാണ്. അത് എനിക്ക് വേണ്ടിയിട്ടല്ല. അതെന്താണ് ഏതാണ് അത് നിങ്ങളടുത്ത് അത് ആരും പറയാൻ പാടില്ല കേട്ടോ. അതൊരു കാരണവശാലും ആരും പറയാൻ പാടില്ല. നേർച്ച എന്ന് പറയുന്ന സാധനം അത് നമ്മളെ മനസ്സിരിക്കേണ്ട കാര്യമില്ലേ. നമ്മളും മുകളിൽ പുള്ളിയും തമ്മിലുള്ള ആ ഒരു കോൺട്രാക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പോലീസറാ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ എനിക്ക് എന്തോ അത് നിങ്ങളടുത്ത് പറയാൻ തോന്നി. ബോറടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഇനി എന്തായാലും വേറെ സംസാരിക്കില്ല. നേരെ ഇനി 411 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇത്രയും കിലോമീറ്റർ ഞാൻ ഏത് പോകണം. ഞാൻ പാട്ടൊക്കെ കേട്ട് ആടിയോലെ ഞങ്ങൾ പോകും. അതെ, ഒരു ചെറിയൊരു മലയാളത്തിൽ പറഞ്ഞ കഴപ്പെന്ന് പറയും. അത് ഞാനിപ്പോൾ കാണിക്കാനായിട്ട് പോവുകയാണ്. അതെനിക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി കേട്ടോ. നേരത്തെ പോലെ വണ്ടി ഇവിടെ എങ്ങാനും വെച്ച് പഞ്ചറാവുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുക. ഈ വിഷ്വൽ കണ്ടോ? നിങ്ങൾക്കിത് കാണാൻ പറ്റണുണ്ടോ? വേണ്ടോ? അത് പ്രത്യേക ഭംഗിയല്ലേ ഇത്. നല്ലൊരു ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ ഒരു സ്ഥലം. വല്ല ശവപ്പറമ്പിൽ പോണ വഴിയാണോ എന്തോ. വെയിൽ പ്ലേസ് കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിനകത്ത് ഇറക്കാമെന്ന്. നമുക്കൊന്ന് കറങ്ങിയാലോ അതിനകത്തൂടെ. വഴിതെറ്റിയാൽ തേഞ്ഞ് അമ്പോ ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. എന്തായാലും ഇറങ്ങി. ഞാൻ ഇത്രയും കണ്ടിട്ട് പോണേ ഉള്ളൂ. എൻ്റെ അളിയാ, അങ്ങോട്ട് നോക്ക്. അയ്യോ, ഇനി കൂടുതലും അങ്ങോട്ട് പോകണ്ട. മൊത്തം മുള്ളാണ് കേട്ടോ. വണ്ടി പഞ്ചർ അങ്ങനെ ആവണമെന്നുണ്ടെങ്കിലേ. മരം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി കേട്ടോ. മരം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരേ അളവിൽ കണ്ടാട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ വിഷ്വലിൽ? ഇങ്ങനെയുണ്ട്. പൊളിയല്ലേ ഇത്? അയ്യോ സെറ്റ്. ഇത് ശരിക്കും പറയാം കേട്ടോ, ഭയങ്കര പൊളി. ഇത് ആ വഴിയെ പോയിരുന്നെങ്കിൽ ഞാൻ ഇത് കാണുമായിരുന്നോ? എൻ്റെ ദൈവമേ, എനിക്ക് വഴി തെറ്റിയ തേഞ്ഞ് ഏതിനാ പോവാൻ? വന്ന വഴി എവിടെ? അതാണ് നല്ലത്. മൊത്തം മുള്ളടേ. അയ്യോ,
കണ്ടപ്പോൾ ഒരു രസം തോന്നി കേട്ടോ, അതുകൊണ്ട് എടുത്ത് ഇറക്കിയതാണ്. ഇത് ഞാൻ ഈ കാണിക്കും പോലെ ഒന്നും കാണിച്ചേക്കരുതേ നിങ്ങൾ ഇതൊന്നും. അയ്യോ, ആരോട് പറയണല്ലേ, മനസ്സിൽ വിചാരിക്കുന്നത് നിന്റെ കാലം വലിയ കുഴപ്പമാടാ ഞങ്ങളൊന്ന്. ടയറൊന്ന് നോക്കട്ടെ, റോട്ടി കയറ്റിട്ട് വല്ലണം മുള്ളടിച്ച് നിൽക്കണമെന്ന്. നല്ല രസമുണ്ട്. എവിടെയെങ്കിലും കയറി ഇപ്പം അറിയാൻ പറ്റില്ല കേട്ടോ, കുറച്ചു നേരം കഴിഞ്ഞിട്ട് അറിയാം. ട്രാക്ടറിൻ്റെ ടയറാണ് കിടക്കണത്. പലരും എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ, ഇതെന്തോടെ ഇത് ട്രാക്ടറിൻ്റെ ടയറാണ്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ആൾക്കാരൊന്നും കുഴപ്പമില്ല കേട്ടോ. ചിലർ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആടാ എവിടെ പോകുന്നടാ അപ്പ ചോദിക്കും. 12:49 കേട്ടോ. എനിക്കിനി എവിടെയെങ്കിലും പോയി ഒന്ന് ഫുഡ് കഴിക്കണം. അങ്ങനെ ഫുഡ് അടിക്കാൻ കയറി. ഇനി ഇവിടെ നിന്ന് 350 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഞാൻ എക്സ്ട്രാ ഒരു 100 കിലോമീറ്റർ എക്സ്ട്രാ ഓടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഹൈവേ പിടിച്ച് പോകുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടാ. ഞാൻ അതാണ് വ്ളോഗിലും പറഞ്ഞ് ഫുഡ് അടിച്ചിട്ട് കാണാം. ഇതിൽ മാത്രം കിട്ടി കേട്ടോ, നന്നാ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടല്. ഫുഡ് നോക്കട്ടെ. എനിക്ക് ഇവിടുത്തെ ഫുഡാണ് പേടി. എന്തായാലും കഴിച്ചിട്ട് പറയാം. എന്തൊക്കെയോ കുറേ കൂട്ടാനുണ്ട് കേട്ടോ, കഴിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല. അപ്പം എന്തായാലും ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് കാണാം. ഓക്കെ. ഞാനേ ഫുഡ് കഴിച്ചത് ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ. നിങ്ങളെ പേര് നോക്കി വെച്ചോ. ഈ വഴിക്ക് വഴി തെറ്റി പോലും വന്നു പോയില്ല കേട്ടോ. അത്രയ്ക്ക് പറയാം. വെറും ചോറാണ് കിട്ടിയത്. വെറും ചോറെന്ന് വെച്ചാൽ നമ്മളവിടെ നിന്ന് മീൻ വാങ്ങിക്കുന്നതന്നെ റേറ്റായി. ഇത് ചോറ് മീനും കൂടെ വാങ്ങിക്കുമ്പോൾ എത്ര കൂടി പേര് 120 ഉള്ളൂ. വെറും ചോറിന് ഇവിടെ ആയി കേട്ടോ. അതുകൊണ്ട് പറഞ്ഞാണ്. വിശന്നുകൊണ്ട് കയറി കഴിച്ചാണ് കേട്ടോ. ഞാൻ സാധാരണ വെള്ളമൊക്കെ കുടിച്ച് അങ്ങ് പോകും. പക്ഷേ ഇനി അത് ശീലിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്തെങ്കിലും പണി കിട്ടും. കാര്യം ഫുഡ് സമയത്തിൽ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിനേക്കാളും വലിയ, അതായത് ഇപ്പോൾ കൂടി പോയി ചിലപ്പോൾ ഒരു വയറ്റിളക്കേ വരുള്ളൂ. അത് 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും. വേറെ എന്തെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ മെനക്കെടാവും. നമ്മൾ ഇഷ്ടമുള്ളത് കഴിച്ചാൽ മതി കേട്ടോ. അതായത് എങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവച്ച് അവിടെ കഴിക്കാനായിട്ട്. ഒരുപാട് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ കുറേ പച്ചക്കറികളെല്ലാം കൂടെ വെട്ടി എരിഞ്ഞ ഒരു കൂട്ടായി. പിന്നെ മല്ലിപ്പൊടി അതും ഇതൊക്കെ ഇട്ടിട്ട് കറി, പിന്നെ വെള്ളം പോലെ രസം. അതാണ് സംഭവം. പിന്നെ നമുക്ക് നമ്മളെ വീട്ടിൽ കിട്ടും പോലെ ആഹാരം ഇവിടെ കിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകണം, അത്രേ ഉള്ളൂ. പിന്നെ ഇനി ഞാനിതെല്ലാം ശീലിക്കാനായിട്ട് ശ്രമിക്കുകയാണ് മാക്സിമം. കാര്യം ഇനി നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുള്ളതാണ്. എന്ന് വെച്ചാൽ ആഗ്രഹമാണ് കേട്ടോ പറഞ്ഞത്. അല്ലാതെ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടിരിക്കുക, എല്ലാ ആഗ്രഹമാണ് പറഞ്ഞത്. അങ്ങനെ പോകാനുള്ള ഭാഗ്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകണമല്ലോ. എന്ത് ഭംഗി നോക്കടാ അത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നത് തന്നെ കേട്ടോ. പക്ഷേ ഒരു മടുപ്പ് വന്നങ്ങനെ പോണ സമയത്ത് ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നുന്നത്. അത് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, കാര്യമായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വണ്ടി ഓടി എത്താത്തതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് മനസ്സിൽ. അപ്പോൾ ഞാൻ ആ ഒരു കല്ലിയിൽ അങ്ങനെ പോകാമായിരുന്നു. പിന്നെ ഇത് ഈ അടുത്ത് കണ്ടപ്പം വണ്ടി ചവിട്ടി എന്ന് വെച്ചാൽ വണ്ടി നിർത്തി ഞാൻ ഒരു വിഷ്വൽ എടുത്തിട്ടാണ് ഞാൻ പിന്നെ അടുത്തതായപ്പോൾ വണ്ടി എടുത്തത് കേട്ടോ. സമയം 6:48 ആയിട്ടാ. ഇനി എനിക്ക് ഇവിടുന്ന് പോകേണ്ട ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 147 കിലോമീറ്റർ ഉണ്ട്. 9:30 അവിടെ എത്തുമെന്നാണ് കാണിച്ചിരുന്നത് ഗൂഗിൾ മാപ്പിൽ. പിന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരണ ഒറ്റ വണ്ടി ഇതാണ്ടാ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് റോഡ് കാണാൻ പറ്റുന്നില്ല. എന്തായാലും 2 ഫോഗ് ലാമ്പ് കൂടെ വീട്ടിലിരിപ്പുണ്ട്. അതുകൂടെ ഞാൻ എടുത്ത് വെക്കും ഇതിൻ്റെ മണ്ടയ്ക്ക്. അതാകുമ്പം ഇങ്ങോട്ട് ഒരെണ്ണം കിട്ടുമ്പോൾ അങ്ങോട്ട് 2 എണ്ണം വെച്ച് കൊടുക്കാം അല്ലേ. അല്ല അവിടെ എത്തട്ടെ. കണ്ടോ ഇത് ഓരോരുത്തം വരെ പറഞ്ഞു നോക്കും. പിടിച്ചിങ്ങോട്ട് നിർത്തി കൂമ്പടക്ക് 4 എണ്ണം പൊട്ടിക്കണം. റോഡിലൊക്കെ സെറ്റപ്പ് റോഡുകൾ കേട്ടോ, ഒരു രക്ഷയില്ല. സോറി ഏട്ടാ, ഞാൻ പോണു. അയ്യോ അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് കാണാം കേട്ടോ. ബ്ലോഗ് ചെയ്ത് ശരിയാവില്ല. ഓക്കെ ഗൈസ്, ഒരു ചിമിട്ടം പണി ഇപ്പോൾ കിട്ടിയേട്ടാ. വണ്ടി പെട്ടെന്ന് ഓടിക്കൊണ്ടുവന്ന വണ്ടിയാണ്. പെട്ടെന്ന് അങ്ങ് ഓഫായി കേട്ടോ. ഓഫായെന്ന് വെച്ചാൽ എൻ്റെ കിളി പറന്നു ഒരു പരിധി വരെ. ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ പറയണോ വേണ്ടിയെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. കാര്യം ഇതിപ്പോൾ പറയണത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളൊരു 80% വർക്കെങ്കിലും
ഒരു വണ്ടിയുടെ പഠിച്ചിരിക്കണം നല്ലതാണ് ഒരു ലോങ് പോകുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇനി വേണം പഠിക്കാൻ. ഞാൻ ഇത്രയും നാൾ വണ്ടി പൊളിച്ചുകൊണ്ടൊക്കെ നടന്നെങ്കിലും വണ്ടി പെട്ടെന്ന് ഓഫായ എന്ത് ചെയ്യണമെന്നുള്ളൊരു പെട്ടെന്ന് കൺഫ്യൂഷൻ. പിന്നെ എനിക്ക് പറ്റുന്ന പണി ഞാൻ ചെയ്ത് അത് കഴിഞ്ഞ് അമീറിനെ വിളിച്ചപ്പോൾ അമീർ പറഞ്ഞ എൻ്റെ അടുത്ത് ഫ്യൂസ് ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം ഫ്യൂസ് ഞാൻ ഊരി ഇട്ട് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് ഇനി എപ്പോഴും ഓഫാകുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. കണ്ടിന്യൂസ് ഓടി വന്നതാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 700 കിലോമീറ്റർ അടുപ്പിച്ചായി കാണും. ഇവിടുന്ന് ഇനി 90 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും ഞാൻ റൂമിൽ പോയിട്ടാണ് അതിൻ്റെ ഇടയിൽ ഞാൻ സംസാരിക്കുന്നില്ല. അവൻ എങ്ങനെയെങ്കിലും ഓടിച്ചുകൊണ്ട് അവിടെ എത്തണം. ഓ എൻ്റെ കിളി പറഞ്ഞു വേണ്ട. എന്തായാലും ഇനി ഇവിടെ നിന്ന് തിരിക്കുക. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. അങ്ങനെ സമയം ഇതാണ്ടാ 10:10 ഇപ്പോഴാണ് ഒരു റൂം കിട്ടിയത്. ഞാൻ ഇനി അലയാൻ ഒരു സ്ഥലമില്ല. കംപ്ലീറ്റ് ആൾക്കാരെയും പോയി കാല് പിടിച്ച് നോക്കി, ഒരു രക്ഷയില്ല. 1500, 1600, 1300, 1200 ഈ റേഞ്ചിൽ നിൽക്കുകയാണ്. ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണില്ല. വേറെ വഴിയില്ലാതെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ലക്ഷറി ലൈഫെന്ന്. അങ്ങനെയൊന്നും വിചാരിച്ചേക്കരുത്. എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ പള്ളിയിൽ പോയി കിടക്കുമായിരുന്നു. ഞാൻ എന്നിട്ട് ആലോചിച്ചാൽ പള്ളിയുടെ സൈഡിലൂടെയും പോയി കിടന്നാലും. പക്ഷേ എൻ്റെ ഇരിക്കുന്ന ഈ ക്യാമറയുടെ, അതായത് ക്യാമറയും പിന്നെ ഡ്രോണും ആ കുട്ടുവിൻ്റെ ഇൻസ്റ്റയില്ല എൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് സുരക്ഷിതമായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു റൂം എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ എനിക്കൊരു നേർച്ചയുണ്ട്. ആ നേർച്ച തീർക്കണം. അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ലഗേജ് കാര്യങ്ങൾ നമുക്കിങ്ങനെ കുറുക്കിൽ തൂക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലെ എന്തായാലും അതിന് വേണ്ടി പോകണം. പിന്നെ ഞാൻ ഇപ്പോൾ പോകുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അവിടെ ആളെ കയറ്റൊന്നും അറിയാൻ പാടില്ല. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. പിന്നെ ഏകദേശം പറയാം ഒരു 250 കിലോമീറ്ററോളം വണ്ടി ഒറ്റ സ്ട്രെച്ചിൽ പിടിച്ചു വന്നു കേട്ടോ. എനിക്കൊന്നും അതുകൊണ്ടാണോ എന്നറിയില്ല, പെട്ടെന്ന് അങ്ങ് ഓഫായത്. അത് ഇനി ഫ്യൂസിൻ്റെ എന്തോ പ്രശ്നമാണ്. ഞാൻ ഫ്യൂസിലാക്കി മാറ്റിയിട്ടതിന് ശേഷമാണ് വണ്ടി എടുത്തത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാമേ, ഞാൻ ഇന്ന് ശരിക്കും എന്നെ അനുഭവപ്പെട്ട കേസാണ്. നിങ്ങൾ ലോങ് പോകണവരാണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം, വണ്ടിക്ക് നല്ലൊരു ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തോ. കാര്യം ഇന്ന് ആ ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ പട്ടി റോഡിൽ നിൽക്കുന്നത് കണ്ടത്. ഇല്ലെങ്കിൽ ഇടിച്ച് ഞാൻ വല്ല വാഴപ്പണയല്ല വല്ല മറ്റേ കാട്ടിനകത്ത് ചെന്ന് വീഴുന്നതിന് ശേഷം അറിയുള്ളായിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ കിളി എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു അറ്റാക്ക് വന്നിട്ട് പോയതുപോലിരുന്നു. എന്ന് വെച്ചാൽ എന്തോ പറയാം, ഇടിയെന്ന് പറഞ്ഞാൽ കൂട്ട ഇടിയായിരുന്നു. ദൈവമേ, കട കുറച്ച് നേരത്തെ ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലോക്കായിരുന്നു. വെച്ചാൽ എനിക്ക് ശ്വാസം അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. ശരിക്കും പറയാം, ഞാൻ ആ ഫോഗ് ലാമ്പ് ഒരു ഒറ്റ സാധനം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ അത് കണ്ടത്, ആ പട്ടി അവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ആ 220 സ്റ്റോക്ക് വെട്ടത്തിൽ ഒരു കാരണവശാലും ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഓഫ് ചെയ്ത് നോക്കി. അപ്പോൾ മൊത്തം കുറ്റാക്കുറ്റി ഇട്ട്. കാര്യം ഈ ഫോഗ് ലാമ്പിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ നമ്മൾ വന്നാൽ പിന്നെ വണ്ടി അങ്ങനത്തെ ചേട്ട ഒരു 65, 70, 72 ഈ റേഞ്ച് സ്പീഡിലാണ് പിടിച്ച് വന്നത്. പക്ഷേ ഏകദേശം ഇങ്ങോട്ട് എത്തിയപ്പോൾ ഞാൻ കുറച്ച് അല്പം സ്പീഡ് കൊടുത്തു. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വണ്ടി ഓടിച്ചിട്ട് എത്തണമില്ല. ഓരോരുത്തന്മാരെ ഇങ്ങനെ ഒരു വെള്ളിയാഴ്ച ഇല്ലാതെ തോന്നുമ്പോൾ എന്ന് വെച്ചാൽ വീട്ടിൻ്റെ വടക്കേ പുറത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് വരും പോലെ ഓരോരുത്തന്മാർ റോഡ് എടുത്ത് തിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ലോങ് പോകണമെടുത്താണ് ഞാൻ പറഞ്ഞത്. ലോങ് പോകാനായിട്ട് നിൽക്കുന്നില്ല. ഇനി ഈ പോലീസുകാരെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഉള്ള കാര്യം പറയാം. ഇനി എൻ്റെ വണ്ടിക്ക് പറ്റിയിട്ട് അത് ഉറപ്പാണ്. പക്ഷേ ഒരു പരിധി വരെ എൻ്റെ ജീവൻ രക്ഷിച്ച ആ ഒരു സാധനമാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടുകാരെ പ്രാർത്ഥന കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എൻ്റെ പൊന്നു, ഒരു നിമിഷം വരെ ഇങ്ങനെ പെട്ടെന്ന് വെച്ചാൽ എന്തോ അപ്പോഴെന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല. എന്തോ സേഫായിട്ട് ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ എത്തി. പിന്നെ എൻ്റെ ഹെൽമെറ്റ് കണ്ടോ ഈ ഒരു കണ്ടീഷനായി. ഇത് പഴയതാണ് കേട്ടോ. വേണ്ട വൈസർ ചുമ്മാ അങ്ങോട്ട് ചുറ്റും മറ്റേ പഴം പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. യാത്ര പോകുന്നിടത്ത് നല്ല രീതിയിൽ വെള്ളം കുടിച്ചു പോകണം. അത്യാവശ്യം ആഹാരം കഴിച്ചു പോകണം. ഞാൻ എന്താ ഇപ്പം ഒരു പല പോലത്തെ 4 ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ടുവന്നിട്ട് ദൈവമേ, കൊണ്ടുവന്നവൻ്റെ തലക്കിട്ടടിച്ചു കൊടുക്കണമായിരുന്നു. വിശപ്പ് കൊണ്ട് ഞാൻ കുറച്ച് കഴിച്ച് അവസാനത്തെ ചപ്പാത്തി എടുത്ത് വായിൽ വെച്ചപ്പോൾ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഞാൻ അതുകൊണ്ട് അതിനെ മടക്കി കുത്തിയത് അവിടെ വെച്ച്. ശരിക്കും പറഞ്ഞാൽ വിഷമത്തോടെയാണ് വെച്ചത്. ആഹാരം അങ്ങനെ വെക്കാൻ പാടില്ല. എന്തായാലും സംഭവം 10:45 ഇനി കിടന്നൊന്ന് ഉറങ്ങണം. രാവിലെ ഇവിടുന്ന് പള്ളിയിൽ പോകണം. ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളുണ്ട്. ഇതിൻ്റെ പുറകെ വീഡിയോസ് വരും. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ചിലവ് എത്രത്തോളം ചുരുക്കാൻ നോക്കൂ അത്രത്തോളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഇന്ന് ഇപ്പോൾ 1000 രൂപയാണ് ഈ റൂമിന്. നിങ്ങൾ ആലോചിച്ചു, നാളെ രാവിലെ ഞാൻ 10 മണി അടുപ്പിച്ച് ഇവിടുന്ന് ഇറങ്ങും. എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്ത് ചെയ്യാം, AC ഒക്കെ അങ്ങ് കൂട്ടിയിടാം. ഒരു കുഴപ്പമില്ല, AC എന്നേ ഉള്ളൂ. കൂളിങ്ങില്ല കേട്ടോ, ഫാനാണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി സംസാരിച്ച് കൂടി പോകും. ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.
അല്ല കമൻറ്റ് ചെയ്യണേ കേട്ടോ, റിക്വസ്റ്റ്. പിന്നെ എനിക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ടിരുന്ന് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ഉള്ളിലുണ്ട്, പുറത്തോട്ട് പറഞ്ഞില്ല. പടമായതോടെ പറയാം, ലൈറ്റ് ഇനി ഒന്ന് ഉറങ്ങണം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.